സുവേന്ദു അധികാരി ചീഫ് മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റു. ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനം അദ്ദേഹം ഇന്ന് ഒപ്പുവെച്ച് അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? മന്ത്രിസഭയ്ക്ക് വേണ്ടി കൂട്ടത്തല്ല് നടക്കുകയാണ്, ഇറങ്ങിപ്പോകുന്നു, പിണങ്ങിപ്പോകുന്നു തുടങ്ങിയിട്ടുള്ള പല നാടകങ്ങളും നടത്തി പരിഹാസ്യരാവുകയാണ്. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കാത്തത് ഈ കേരള ജനതയുടെ പ്രശ്നമല്ല, അത് കോൺഗ്രസിനകത്തുള്ള അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. നമസ്കാരം. ഇന്നലെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും KSRTC ബസ്സുകളിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. അതായത് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മഹിളാ മോർച്ചയുടെ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം. ഈ പ്രതിഷേധത്തിനെതിരെ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മഹിളാ മോർച്ചയും BJPയും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ട് സ്വയം പരിഹാസ്യർ ആകരുത് എന്നുള്ളതാണ്. ഇതിനെതിരെ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവായ നവ്യ ഹരിദാസ് തന്നെ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. ഇന്നലെ മഹിളാ മോർച്ച നടത്തിയ ഈ ഒരു പ്രതിഷേധത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിയുക്ത മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹിളാ മോർച്ച അല്ലെങ്കിൽ BJP സ്വയം പരിഹാസ്യരാവുകയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലുമല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ഭരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാണ്. മെയ് 4-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മറ്റ് 4 സംസ്ഥാനങ്ങളുടെ റിസൾട്ട് വന്നിരുന്നു. ഇതുപോലെ തന്നെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങൾ, വെസ്റ്റ് ബംഗാൾ ഉദാഹരണത്തിന് BJP അധികാരത്തിലേറി, സുവേന്ദു അധികാരി ചീഫ് മിനിസ്റ്ററായിട്ട് ചുമതലയേറ്റു. ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിരുന്ന വാഗ്ദാനം അദ്ദേഹം ഇന്ന് ഒപ്പുവെച്ച് അത് പ്രാബല്യത്തിൽ വരുത്തുന്നതിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. BJP മാറ്റി നിർത്തിയാൽ തമിഴ്നാടു, അവിടെ ശ്രീ വിജയ് CM ആയിട്ട് ചുമതല ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണ് സ്കൂൾ പ്രദേശങ്ങളിലുള്ള മദ്യശാലകൾ അടച്ചുപൂട്ടുമെന്നുള്ളത്. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം ആ നടപടികളിലേക്ക് എത്തിക്കഴിഞ്ഞു. 7 ദിവസത്തിനകം ആ നടപടികൾ പൂർത്തീകരിക്കും എന്നുള്ളതിലും ഒപ്പുവെച്ചു. എന്തുകൊണ്ട് കോൺഗ്രസിന് ഇവിടെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല? മറ്റ് പല സംസ്ഥാനങ്ങളിലും എല്ലാ മേഖലകളിലും റിസൾട്ട് 4-ാം തീയതി വന്നതിന് ശേഷം അവരെല്ലാവരും പറഞ്ഞ വാക്കിനോട് നീതി പുലർത്തിക്കൊണ്ട് മുൻപോട്ട് പോയപ്പോൾ ഇവിടെ 102 സീറ്റുമായിട്ട് അധികാരത്തിലേറിയിട്ടുള്ള UDFന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നില്ല, മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കുന്നില്ല, മന്ത്രിസഭയ്ക്ക് വേണ്ടി കൂട്ടത്തല്ല് നടക്കുകയാണ്, ഇറങ്ങിപ്പോകുന്നു, പിണങ്ങിപ്പോകുന്നു തുടങ്ങിയിട്ടുള്ള പല നാടകങ്ങളും നടത്തി പരിഹാസ്യരാവുകയാണ്. ഇതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതും 15-ാം തീയതി ഞങ്ങൾ നടത്തിയിരിക്കുന്നതും സിറ്റിംഗ് MP ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം KSRTC ബസ്സിൽ കയറി ആ ബസ്സിലിരിക്കുന്ന യാത്രികരോട് പറഞ്ഞിട്ടുള്ളതാണ് 15-ാം തീയതി ഞങ്ങൾ ഇത് നടപ്പിൽ വരുത്തും. 15-ാം തീയതി മുതൽ നിങ്ങൾ ആരും ടിക്കറ്റ് എടുക്കേണ്ടതില്ല. അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, അത് വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഈ വാഗ്ദാനങ്ങൾ എന്തിനാണ് ഇവർ നൽകുന്നത്? മന്ത്രിസഭ രൂപീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒപ്പുവെച്ച നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും ഇവിടെ മന്ത്രിസഭ രൂപീകരിക്കാത്തത് ഈ കേരള ജനതയുടെ പ്രശ്നമല്ല, അത് കോൺഗ്രസിനകത്തുള്ള അവരുടെ ഇന്റേണൽ പൊളിറ്റിക്സിന്റെ പ്രശ്നമാണ്. അപ്പോൾ അതും നമ്മുടെ സംസ്ഥാനത്തെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയുന്ന കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ അവർ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ വരുത്തിയിട്ടുള്ള ഡിലേ, ആ ഡിലേക്കെതിരെ കൂടെയാണ് ഞങ്ങളുടെ പ്രക്ഷോഭം. പരിഹാസ്യരാവുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നിലവിൽ. അങ്ങനെ പരിഹാസ്യരാകുന്നത് തീർച്ചയായിട്ടും ഇത് പറഞ്ഞിട്ടുള്ള ഈ കാര്യം ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ചിട്ടുള്ള ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹത്തോടൊപ്പം അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ഇന്നത്തെ MLA ആയിട്ടുള്ള ശ്രീ രമേശ് പിഷാരടിയാണ്. ജനങ്ങൾക്ക് മുന്നിൽ ഒരു വാക്ക് വയ്ക്കുന്ന സമയത്ത് അത് നടപ്പിലാക്കി എടുക്കാനുള്ള ഒരു തൻ്റെടം കൂടെ അവർ കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് അവർക്ക് സാധിക്കാതെ പോയി. തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടതും അവർ തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് മഹിളാ മോർച്ചയാണ് സ്വയം പരിഹാസ്യരാവുന്നത് എന്നാണ്. മുഖ്യമന്ത്രിക്ക് അവരുടെ സ്വന്തം പാർട്ടിക്കകത്തുള്ള സിറ്റിംഗ് MPയെ കുറിച്ച് കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് നിയുക്ത MLAയെ കുറിച്ച് അവരുടെ തന്നെ പാർട്ടിയിലുള്ള ആളുകൾ കുറ്റം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ജാള്യത മറച്ചു വെക്കാനുള്ളൊരു ശ്രമമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. എന്തായാലും UDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകൾക്ക് മെയ് 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ മെയ് 15-ന് മുൻപാകെയോ അല്ലെങ്കിൽ മെയ് 15-നോ മന്ത്രിസഭ രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. മെയ് 14-നാണ് മുഖ്യമന്ത്രിയെ തന്നെ തിരഞ്ഞെടുത്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിലടക്കം
മഹിളാ മോർച്ചയ്ക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കാതെ ഇത്തരത്തിൽ സൗജന്യ യാത്ര നടത്താൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ്. അത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് BJPയും മഹിളാ മോർച്ചയും വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.